ഓം മഹത്തേശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. തൊട്ടു മുന്നത്തെ പല വീഡിയോകളിലും നമ്മൾ വളരെ ഈസി ആയിട്ട് എപ്പോൾ കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ജാതകത്തിൽ നിന്ന് അറിയാനുള്ള പല ടിപ്സുമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ മുട്ടാളിക്കെട്ട്, പെട്ടവനിക്കെട്ട്, കെട്ടവനിക്കെട്ട്, കെട്ടവനിക്കെട്ട്, മുട്ടാളിക്കെട്ട്, കിട്ടിയവനിക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പാടലുകളൊക്കെ പറഞ്ഞു. അപ്പൊ എട്ടാം ഭാവം എന്താണെന്ന് ഞാൻ മുന്നേ തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ കുറച്ച് തൊട്ടുമുള്ള പല വീഡിയോകളും കാണാം. കാരണം ഈ ചാനലിൽ 300-ലധികം വീഡിയോസ് ഉണ്ട്. തമിഴ് അസ്ട്രോളജി ബേസ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും, അത് തമിഴ് അസ്ട്രോളജിയിൽ തന്നെ പല സിസ്റ്റംസ് ആയി ALP, KP, DNA, ട്രഡീഷണൽ പരാശര മെത്തേഡ്, ഇതൊക്കെ ഉള്ളത് നാഡി മെത്തേഡിന്റെ ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹോരാശാസ്ത്രം ഉൾപ്പെടെ ഫലദീപിക, പ്രശ്നജ്ഞാനം, പ്രശ്നാനുഷ്ഠാന പദ്ധതി, പ്രശ്നമാർഗം, സാരാവലി, ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളിൽ നിന്നും, മാനസകരി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള പാടലുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉള്ള പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇത് കാരണം തമിഴ് അസ്ട്രോളജി അറിയാത്തവർക്ക് തമിഴ് അസ്ട്രോളജിയും കേരള അസ്ട്രോളജി അറിയാത്തവർക്ക് കേരള അസ്ട്രോളജിയിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ നമ്മൾ പറയാൻ പോണത് ഇതാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പെട്ടവന് കെട്ട്, കെട്ടവനെ കെട്ട്, മുട്ടാള് കെട്ട്, കിട്ടിയവന് കെട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എട്ടാം ഭാവം ദശ നടത്തുന്ന സമയത്ത് എട്ടാം ഭാവാധിപനോ എട്ടാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹമോ എട്ടാം ഭാവത്തിന്റെ സാരം വാങ്ങിയ ഗ്രഹമോ ഒക്കെ ദശ നടത്തുന്ന സമയത്ത് പല വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ഒരാള് ഒറ്റയടിക്ക് രക്ഷപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. പലരുടെയും ലൈഫിൽ പെരിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എട്ടാം ഭാവാധിപന്റെ ദശാപഹാരങ്ങളിലായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നന്മയാണോ തിന്മയാണോ? ഷഷ്ടം, അഷ്ടമം, വ്യയഭാവ, 6, 8, 12 ഭാവങ്ങള് ഷഷ്ടാഷ്ടമ വ്യയഭാവ അതി കഷ്ടത നിപുണാൻ എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 6, 8, 12 ഭാവങ്ങൾ അതിഘോരമായ കഷ്ടതയെ തരുന്ന പ്ലെയിൻ ആയിട്ട് പല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചേക്കണം. അതുകൊണ്ടാണ് പാപം, വ്യയം, പതനം മുതലായ കാര്യങ്ങളും സർവപ്രണാശോ വിപിതോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസ്യം എന്നും രന്ധ്രേ അതികഷ്ടതാം ദുഃഖം, മരണം, ജാത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പല പ്രമാണങ്ങളും ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പോവുകയാണ്. അപ്പോ എട്ടാം ഭാവത്തില് പ്രശ്നങ്ങളും കഷ്ടതകളും രോഗങ്ങളും അനിഷ്ടങ്ങളും ദുരിതങ്ങളും ആശുപത്രിക്കേറ്റവും ധനനഷ്ടവും, ഒരു യാത്രയ്ക്ക് പോയിട്ട് ആ യാത്രയിലുള്ള അടച്ചിലുകളും, ഒരു കാര്യത്തിന് തന്നെ പല പ്രാവശ്യം പോകേണ്ടി വരുന്ന അവസ്ഥയും, ആക്സിഡൻസ് ഉണ്ടാവും, അതിൽ നിന്ന് പൈസ നഷ്ടമാവുന്ന അവസ്ഥയും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. നല്ല കാര്യങ്ങളും ഉണ്ടാവും. ഒരു ബിസിനസ് പെട്ടെന്ന് വളർന്നിട്ട് പെട്ടെന്ന് കോടീശ്വരനായി മാറുക. ഇപ്പൊ കൊറോണ പോലുള്ള സമയത്ത് ചില ആപ്സ് ഒക്കെ ഇറങ്ങി, സൂം പോലുള്ള ആപ്സ് ഇറങ്ങിയിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് കോടികൾ ഉണ്ടാക്കുക. ചില കമ്പനികള് വൈറസിന് ആന്റി വൈറസ് ആയിട്ട് ശരീരത്തിൽ ഉപയോഗിക്കുന്ന വാക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് കോടികൾ ഉണ്ടാക്കുക. അതുപോലെ ഷെയർ മാർക്കറ്റിൽ കളിച്ചിട്ട് പൈസ ഉണ്ടാവുക, ഗോൾഡ് മാർക്കറ്റിൽ കളിച്ചിട്ട് പൈസ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള വലിയ പെട്ടെന്നുള്ള ഗുണപ്രദമായ കാര്യങ്ങൾ എട്ടാം ഭാവം കൊണ്ട്. അപ്പൊ ഗുണപ്രദമായ കാര്യങ്ങൾ എങ്ങനെ അറിയാം, കുഴപ്പം പിടിച്ച കാര്യങ്ങൾ എങ്ങനെ അറിയാം എന്നുള്ളൊരു തിരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കിട്ടിയവന് കെട്ട്, പെട്ടവന് കെട്ട്, മുട്ടാള് കെട്ട്, കെട്ടവന് കെട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കെട്ടവനക്ക് മുട്ടാള് കെട്ട് എന്നൊക്കെ ഉള്ളതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് രാശി തിരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പെട്ടവനക്ക് എട്ടെന്ന് പറഞ്ഞപ്പോ ലഗ്നം കന്യാണ് ലഗ്നം എന്ന് വിചാരിക്കുക. ഇതിന്റെ എട്ടാം ഭാവം ചൊവ്വയാണ്. ഇവിടെ എട്ടാം ഭാവത്തില് വന്നിട്ടിരിക്കുന്ന ശനിയുടെ ദശ 6-ാം ഭാവാധിപത്യം അനുസരിച്ച് ശനിയുടെ ദശയിൽ പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം എട്ടാം ഭാവം 6-ാം ഭാവമായിട്ട് കണക്ഷൻ വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 6-ാം ഭാവാധിപൻ 8-ൽ ഇരുന്ന് കഴിഞ്ഞാല് പറയില്ലേ, കെട്ടവൻ കിട്ടിയിടിൽ കെട്ടി രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ട്. കെട്ടവൻ കിട്ടിയിടും രാജയോഗം എന്നും പറഞ്ഞിട്ട്. അതായത് 6, 8, 12 ഭാവാധിപതികള് തിരിഞ്ഞും മറിഞ്ഞും സ്വയം ഭാവത്തിന് ഉപരിയായിട്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള പരിവർത്തനങ്ങൾ, 6, 8, 12 ഭാവാദികള് കോണ രീതിയിലുള്ള പരിവർത്തനങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിപരീത രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 6-ാം ഭാവത്തിൽ 8-ൽ ഇരുന്ന് കഴിഞ്ഞാൽ ഷഷ്ഠഭാവഗത സ്ഥിതഗ്രഹം അഷ്ടമേഗതേത് അതികഷ്ടതാം എന്ന്
പറയുന്ന മാതിരി 6ാം ഭാവാധിപൻ എട്ടി പോയിട്ടിരുന്ന അതികഷ്ടത എന്നുള്ള ഒരു പ്രമാണം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ചൊവ്വയുടെ ക്ഷേത്രം, ചൊവ്വയും കൂടി ഇരിക്കണമെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ചൊവ്വയും ശനിയും തമ്മിൽ നല്ല അമയിപ്പല്ല. അപ്പൊ നല്ല അമയിപ്പല്ലാത്ത ഗ്രഹത്തിന്റെ ദശയിൽ എന്തായാലും കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഗ്രഹത്തെ നോക്കുന്ന ഗ്രഹം ഇവിടെ നിന്നിട്ട് രാഹുവോ കേതുക്കളോ നോക്കുക, ഗുളികന്റെ ഒക്കെ ബന്ധം വരിക, ഗുളികൻ ഇവിടെ നിന്നാൽ പോലും ഗുളിക ബന്ധം വരുന്നതാണ്. വക്രം പിടിച്ചിട്ടുള്ള ബുധൻ റിവേഴ്സ് ശനിയെ നോക്കിയിട്ട് വരിക, ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കേസിൽ പോയിട്ട് പെടും എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീലിൽ പോയിട്ടിട്ട് തലവെച്ച് കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ബിസിനസ് കയറുക, നശിക്കുക എന്നുള്ള ബലം ഉണ്ടാവും. അപ്പൊ ബിസിനസ് തുടങ്ങിയിട്ട് നശിക്കുന്ന ആളുകളെ പെട്ടവൻ എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വളരെ മോഹിപ്പിച്ചിട്ട് പണം തട്ടിയെടുക്കുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളുടെ പുറത്ത് പല ട്രാവലൊക്കെ ചെയ്തതിന് ശേഷം മുച്ചോടുകൂടി അടിച്ചുകൊണ്ട് പോവുക, ബാഗ് പോവുക, സമ്പത്ത് പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ വെടിയേറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല കാര്യത്തിനും ആഘോഷിക്കാനൊക്കെ പോണ സമയത്ത് അവിടെ പെടുക, അവിടെ ബന്ദിയാകുക, തടവാകുക, മരണാദി ദോഷങ്ങൾ അപകടാദികൾ സംഭവിക്കുക, ഇതൊക്കെ വരാം. ഇനി ഇതിനൊക്കെ പെടുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു ജാതകം നോക്കിയിട്ട് വെറുതെ ഇത് നല്ലതാണ് ചീത്തയാണ്, അതായത് ഭാവാദീശേച്ച ഭാവേ സതിബലരഹിതേച്ച ഗ്രഹേ കാരകാഖി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ഫലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത് നടക്കുന്നല്ല, ആ ഭാവം ഗുണമാണ്. 8ാം ഭാവം ഗുണമായി കഴിഞ്ഞാൽ ആയുസ്സിന് ഗുണം, ആരോഗ്യത്തിന് ഗുണം, ഇങ്ങനെ അല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് ക്ലിയർ ആയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ പറയുന്ന മാതിരി ആ 8ൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് കഷ്ടതയായിരിക്കും, ആശുപത്രി പോകേണ്ടി വരുന്ന കഷ്ടതയായിരിക്കോ, സമ്പത്ത് നഷ്ടപ്പെടുന്ന കഷ്ടതയായിരിക്കോ, രോഗങ്ങൾ വന്നിട്ട് ദുഃഖിക്കുന്ന കഷ്ടതയായിരിക്കോ, അസുഖങ്ങൾ വരുന്നത് പോലെ തന്നെ നമ്മള് അപകടങ്ങൾ വരുന്ന കഷ്ടതയായിരിക്കോ, വണ്ടിയിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടാകുന്ന കഷ്ടതയായിരിക്കോ, ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് നഷ്ടം വരുന്ന അവസ്ഥയായിരിക്കോ, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് അതിൽ പ്രശ്നം വരുന്ന അവസ്ഥയായിരിക്കോ, ഇങ്ങനെ എന്ത് അവസ്ഥയാണ് കാണിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് ഫലത്തിന് കുറച്ചും കൂടി നിറവുണ്ടാവുന്നത്. അത്തരത്തിൽ പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതല്ലാതെ ഭാവത്തിൽ ഇപ്പൊ 8ാം ഭാവം ഇപ്പൊ പറഞ്ഞ ഭാവാദീശ ഗ്രഹേ കാരകാക്കി അല്ലെങ്കിൽ ഷഷ്ടാഷ്ടം ഒരു വേദ് അത് കഷ്ടത എന്ന് പറഞ്ഞ മാതിരി ഈ അങ്ങനെ ഒന്നുള്ളതല്ല എടുക്കണ്ട, കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫാസ്റ്റ് പറയണോണ്ടാണ് കേട്ടോ. ഞാൻ വളരെ പതുക്കെയായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് സ്പീഡിൽ പറയുന്നതെന്നുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇത് ടൈം കൂട്ടിയേക്കണതല്ല എന്നും കൂടി ഓർക്കുക. അപ്പൊ 8ാം ഭാവം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമായിരുന്നു പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മളുടെ വ്യൂവേഴ്സിന് പലതിനും പല കാര്യങ്ങളും അറിയാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ടച്ച് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും അത് കേട്ട് അല്ലെങ്കിൽ റിവേഴ്സ് പോയിട്ട് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ പല ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രഹം ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 8ൽ നിൽക്കുന്ന ഗ്രഹത്തെ അത് പെടാനുള്ള സാധ്യത കാണിക്കും. ഇപ്പൊ 8ാം ഭാവതീയം പോയിട്ട് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ സൂര്യന്റെ ക്ഷേത്രത്തിൽ 12ൽ ഇരുന്ന് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ 8ാം ഭാവതീയം 12ൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു ബലത്തെ ആയിരിക്കും തരിക. അവിടെ ഈ ശനിയെ അവിടെ മാറ്റി നിർത്തില്ല, 8ാം ഭാവാധിപനെ മാത്രം നോക്കിയിട്ട് ബലം പറയുന്ന രീതികൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു. കെട്ടവൻ കെട്ടിയിടിൽ കിട്ടിയ രാജു എന്ന് പറയുന്ന അവസ്ഥ ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അവിടെയും ഗ്രഹ അമൈപ്പുകൾ കറക്റ്റ് ആയിരിക്കണം. നിൽക്കുന്ന ഗ്രഹം, ഇതിലേക്ക് നോക്കുന്ന ഗ്രഹം, ഈ ഗ്രഹം ഇരിക്കുന്ന സ്ഥാനത്തിനുള്ള അധിപൻ എവിടെ പോയിട്ടിരിക്കുന്നു, അത് ആരുടെ നക്ഷത്രത്തിലിരിക്കുന്നു, ഈ ഗ്രഹം ആരുടെ നക്ഷത്രത്തിലിരിക്കുന്നു, ആ നക്ഷത്രത്തിന്റെ അധിപൻ എവിടെ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആയിരിക്കും ആ ഒരു ബലത്തെ തരുന്നത്. മാത്രമല്ല ഒരു ഗ്രഹത്തിന്റെ ഭാവാധിപത്യം ആരൊക്കെ, ആ ഭാവത്തിലിരിക്കുന്ന ആരൊക്കെ, എന്ത് ആധിപത്യം വാങ്ങിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എന്ത് ആധിപത്യത്തെയാണ് അവൻ നോട്ടം കൊണ്ട് മേടിക്കുന്നത്, ആധിപത്യത്തെ വാങ്ങുവാൻ പറ്റുമോ വാങ്ങുവാൻ പറ്റത്തില്ലേ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമായിരിക്കും. ഇത് മനസ്സിലാക്കാത്തവർ വീണ്ടും കാണുക. ഞാൻ പറഞ്ഞിട്ടുള്ള 8ാം ഭാവാധിപൻ ദശാകാലങ്ങള് ചില പ്രത്യേക അമൈപ്പുകളും ഉണ്ടെങ്കിൽ കെട്ടിടും എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇവിടെ പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് പോയി പെടാതെ സൂക്ഷിക്കേണ്ട ഒരമൈപ്പാണ് പറഞ്ഞ. അപ്പൊ നിങ്ങളുടെ 8ാം ഭാവത്തില് റോങ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ 8ാം ഭാവാധിപം പോയി റോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ ബി കെയർഫുൾ. അപ്പൊ ഇത്തരത്തിലുള്ള
ഒത്തിരി വീഡിയോകൾ ഈ ചാനലുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഇതൊരു അംശം മാത്രമാണ് പറഞ്ഞു പോകണം. എല്ലാ കാര്യങ്ങളും കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. പല പല ആസ്പെക്ട്സ് ഓഫ് അസ്ട്രോളജി ഒത്തിരി വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഇടണമെങ്കിൽ തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു 10-15 വീഡിയോസ് കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയുക. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.